വന്നിട്ടുണ്ട്. സന്തോഷ്, പ്ലീസ് കം ഫോർവേഡ്. കല്യാൺ ജ്വല്ലറി $10,000 സ്പോൺസർ ചെയ്തിരിക്കുന്നു. സന്തോഷ്, പ്ലീസ് കം. കല്യാൺ ജ്വല്ലറിയുടെ ഇവിടുത്തെ അതിൻ്റെ എല്ലാമായ സന്തോഷ് അളിയൻ $10,000 സ്പോൺസർ ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഫൊക്കാനയുടെ എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, മുൻ കമ്മിറ്റി മെമ്പേഴ്സ്, ഫൊക്കാനയുമായി സഹകരിക്കുന്ന എല്ലാവർക്കും ഇതൊരു അമൂല്യ നിമിഷമാണ്. കാരണം സംഘടനയിൽ ആദ്യമായി 100 അംഗ സംഘടനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഒരു സെലിബ്രേഷൻ ആണ്. love you. ഞങ്ങളുടെ ഫിലഡൽഫിയ RVP-ക്ക് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. തോൽപ്പിക്കുവാൻ എന്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. അതാണ് സജി മോൻ ആന്റണി. തോൽപ്പിക്കുവാൻ പിന്നിൽ ആളുകളുണ്ടെങ്കിലും തോൽക്കില്ല.
എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി ഫൊക്കാനെ നയിക്കുവാൻ ധീരതയോടെ മുന്നോട്ട് നിൽക്കുന്ന സജിമോൻ ആന്റണിക്ക് സെന്റ് വാനിയ റീജിയന്റെ അഭിവാദ്യങ്ങൾ. Now let's say three things, Focana medical card, privilege card, എന്താണെന്ന് ഒരു മൊമെന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡോക്ടർ മാനിസ്കറേയും ഡോക്ടർ അനീഷും നമ്മളോടൊപ്പം ഉണ്ട്. അവർ രണ്ട് വാക്ക് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് പറഞ്ഞായിരിക്കും. ഓക്കെ, ഫൊക്കാന പ്രിവിലേജ് കാർഡ് ചരിത്രത്തിൽ ആദ്യമായി ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ഫൊക്കാനയുടെ ID കാണിക്കുമ്പോൾ യു ഗെറ്റ് 10% ഡിസ്കൗണ്ട്. സോ അവിടെ ടോണി കല്ലക്കാവുങ്കൽ നമ്മുടെ BOTയുടെ യുവതലമുറയുടെ നേതാവ് അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം കമ്പ്യൂട്ടറുമായിട്ടാണ് ഇരിക്കുന്നത്. ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് പേര് രജിസ്റ്റർ ചെയ്യുക. അക്കോർഡിംഗ്ലി കാർഡ് പ്രിന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഒന്ന്. രണ്ടാമത്തേത് ഒരു ചെറിയ ദുഃഖകാരിയോട് പറയാനുണ്ട്. മലയാളികൾ എല്ലാവരും ഡീസന്റ് ആണെന്ന് ഞാൻ കരുതിയത്, എന്നാൽ അല്ല കേട്ടോ. പാരയുള്ള ആൾക്കാരും ഉണ്ട്. അവരെ ഇതിനെയൊക്കെ എങ്ങനെ നടത്താതിരുത്താം എന്ന് കംപ്ലൈന്റുമായി പോയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഫിസിക്കലി ഈ കാർഡ് ഇവിടെ ഇന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത്. ഷെയിം ഓൺ ദാറ്റ്. നമ്പർ 2, ചരിത്രത്തിൽ ആദ്യമായിട്ട് അടുത്ത ആഴ്ച ഒരു സർപ്രൈസ് അനൗൺസ്മെന്റ് ഇവിടെ തരും. കാരണം ഇപ്പൊ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അടുത്ത പാര ഈ ലൈവ് കാണുന്ന ആരെങ്കിലും ഉരുട്ടൂന്നി പോകും. അതുകൊണ്ട് ഞാൻ അത് ഡിക്ലെയർ ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി എ പ്രൗഡ് നെക്സ്റ്റ് മൈൽസ്റ്റോൺ ഫോർ Focana members. When I say Focana members, each one of you belongs to any Malayali associations in North America. 2, Focana ആദ്യമായിട്ട് സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് Focana മെഡിക്കൽ കാർഡ് ഇൻവെന്റ് ചെയ്തു എന്ന് ഞാൻ പറയും. ഇൻവെന്റ്, റൈറ്റ്? 2020 ബഹുമാന്യനായ പ്രസിഡന്റ് ജോർജ് വർഗീസിന്റെ നേതൃത്വത്തിൽ, റൈറ്റ്, ഞാനും സെക്രട്ടറി ആവാനായിട്ടുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ആ ഒരു ടീമിന്റെ കാഴ്ചവെപ്പായിരുന്നു അമേരിക്കൻ കാനഡിയൻ മലയാളികൾക്ക്. ഇവിടെ തന്നെ എനിക്കറിയാം പേഴ്സണലി ആയിരക്കണക്കിന് രൂപയുടെ ബെനഫിറ്റുകൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും പ്രിവിലേജായി വാങ്ങിയ ആൾക്കാരുണ്ട്. കുഡോസ് ടു ഫൊക്കാന ടീം അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. 5 ഹോസ്പിറ്റൽ, മേജർ ഹോസ്പിറ്റൽ കേരളത്തില് ഉടനീളം, രാജഗിരി ഹോസ്പിറ്റൽ കൊച്ചിൻ, പാല മെഡ്സിറ്റി മാർസ്ലീവ ഇൻ പാല, തിരുവല്ലയിലെ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ, കിങ്സ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. അങ്ങനെ എല്ലാ റീജിയണിലും ആ ഒരു ബെനിഫിറ്റ് പകർന്നു നൽകാനായി. ആരാണ് അതിന്റെ ബെനിഫിഷ്യറി? നിങ്ങൾ ഓരോരുത്തരും. നമ്മുടെ ബന്ധുക്കൾ, നാട്ടിലുള്ളവര്, നമ്മുടെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവര്, അല്ലെ അവരോട് അനുഭാവം കാട്ടുന്നവര്. ഇതുകൂടി എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരാഴ്ച മുമ്പ് 78,000 രൂപയുടെ ബെനിഫിറ്റ് വാങ്ങിച്ച ഒരു വ്യക്തിയോട് ഞാൻ തിരിച്ചു ചോദിച്ചു, താങ്കൾ ഏത് സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത്? എന്തേലും ഒന്ന്. അപ്പൊ എന്നോട് വളരെ ഇൻസെന്റീവായിട്ട് സംസാരിച്ചു. തൊഴിലില്ലാത്ത ആൾക്കാരൊക്കെ ഇതിന് പോകുന്നത്. Let me tell you, I have a beautiful family. My wife Sheena, 3 kids. I have a bunch of real good friends. A bunch of nice, all these executive. None of them are unemployed. We have our business. ഞങ്ങൾ അതിൽ നിന്ന് സമയം കണ്ടെത്തി ചെലവഴിക്കുന്നതാണ്. അതുകൊണ്ടിട്ട് എല്ലാവരോടും ഉള്ള ഇതാണ്, ഏതെങ്കിലും സംഘടന എതിർത്ത് സംസാരിക്കുന്നവർക്ക് പ്ലീസ് ഡോണ്ട് ഇഷ്യൂ ദിസ് കാർഡ്. We have to recognize this privilege for the members who support us in any way. When I say support, it doesn't mean that പൈസ തരിക എന്നുള്ളത്. ഒരു മോറൽ സപ്പോർട്ട്, നല്ല കാര്യമാണ്. നിങ്ങൾ നല്ലൊരു വേർഡ് പറയുക, പറഞ്ഞതിൽ കുഴപ്പമില്ല, പാര വെക്കാതിരിക്കുക, അതാണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഈ കാർഡിന്റെ രജിസ്ട്രേഷനും ടോണി കല്ലക്കാവ് ചെയ്യുന്നുണ്ട്. 2 ഫയലാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക, അഡ്രസ്സ് അല്ലെങ്കിൽ ഇമെയിൽ, ഫോൺ നമ്പർ കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റിയോ ഏജോ ഒന്നും അല്ല ചോദിക്കുന്നതിനകത്ത്. ദീസ് ആർ ദ ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടത്. അതുമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഞാനൊരു സഭാവിശ്വാസത്തെയാണ്, പക്ഷെ അത് അങ്ങനെ എടുക്കരുത്. പലപ്പോഴും നമ്മളിങ്ങനെ സാക്ഷ്യം പറയുന്ന പരിപാടിയുണ്ട്. പക്ഷെ എനിക്ക് ഐ തിങ്ക് ഒരാൾ ഇവിടെ ഉണ്ട്. Would you mind to say in short a few words what happened? Okay, കഴിഞ്ഞ ജനുവരിയിൽ ഈ മേജർ 5 ഹോസ്പിറ്റലുമായിട്ടുള്ള മെഡിക്കൽ കാർഡ് സൈൻ ചെയ്ത് ആ മീറ്റിങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചത് ഇതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും, പക്ഷെ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചിന്തിക്കുന്ന പോലെ തോന്നിക്കാണും. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. രാജഗിരി ഹോസ്പിറ്റലിൽ പോകുന്നത് മിഡ് നൈറ്റിലായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് ഞാനിങ്ങനെ ഫോക്കാനയുടെ മെമ്പറാണെന്ന് പറഞ്ഞു. അന്നേരം അവർ ചോദിച്ചത് നമുക്ക് കാർഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. കാർഡ് ഇല്ലാഞ്ഞ കാരണം കൊണ്ട് സജിമോനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു.
പക്ഷേ സജിമോൻ്റെ ഒറ്റ ഫോൺ കോളിൽ പേഷ്യൻ്റ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് എല്ലാവരുടെ സജ്ജീകരണങ്ങളുമായിട്ട് അവർ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു VIP ഇൻവിറ്റേഷനാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് അതുപോലെയുള്ള എല്ലാ കെയറും കിട്ടി. പിന്നെ ശ്രീജിത്ത് എല്ലാ സമയവും വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ റൂമില്ലായിരുന്നെങ്കിൽ ശ്രീജിത്തിൻ്റെ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് റൂമും കിട്ടി. നാളെ ആ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവുകയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രിവിലേജ് എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പോക്കാനയെ സപ്പോർട്ട് ചെയ്യണം. പോക്കാനയുടെ പേരെന്ന് പറയുന്നത്, പക്ഷേ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അഡ്വാൻസ് അവിടെ പൈസ കെട്ടിവെക്കാതെ ഒരു ട്രീറ്റ്മെൻറ്റും ഒരു ഡോക്ടറും വന്ന് കാണുകയല്ല. പോക്കാന എന്നുള്ള ഒറ്റ പേരിൽ അവർ ഒരു ഡിപ്പോസിറ്റ് ചോദിച്ചിട്ടില്ല. ഡിസ്ചാർജ് ആകുമ്പോൾ പേ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അത്രയും വലിയൊരു പ്രിവിലേജ് ലോകത്തിൽ ഒരു സംഘടനയ്ക്ക് കിട്ടുന്നു എന്ന് ഞാൻ പറയുകയാണ്. താങ്ക് യു. നമ്മൾ ഒരു അടിപൊളി ഡാൻസ് കൂടെ വരുന്നുണ്ട്. അതിന് മുമ്പത്തേക്ക് ശ്രീ അനീഷ് ജെയിംസ് ആൻഡ് ശ്രീ ഡോക്ടർ മാനീസ് കറിയ. ഡോക്ടർ മാനീസ് കറിയ ഈസ് എ അസറ്റ് ഫോർ ഫൊക്കാന. അദ്ദേഹമാണ് ബിസിനസ് ഫോറത്തിന്റെ ചാമ്പ്യനായിട്ട്. ഒരു അനധികം ആൾക്കാർ വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് നിക്നെയിം ആയിട്ട് പറയാലോ സിട്രസ് മാണി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഏറ്റവും വലിയ സിട്രസ് പ്ലാന്റും അങ്ങനെ ഒരു പ്ലാന്റേഷനും ഒക്കെ ഒരു മലയാളി അമേരിക്കയിൽ വന്ന് ഇദ്ദേഹം ഹീസ് എ സയന്റിസ്റ്റ് ആൻഡ് പ്രൊഫസർ അഡ്വൈസർ ഫോർ ഇവിടുത്തെ ഗവൺമെന്റിനും നാട്ടിലെ ഗവൺമെന്റിനും അഡ്വൈസറാണ്. അപ്പൊ അങ്ങനെ ഒരു മഹത് വ്യക്തിയും ഫൊക്കാനയിലുണ്ട്. അപ്പൊ തൊഴിലില്ലാത്ത ആൾക്കാരുടെ സംഘടന അല്ല ഫൊക്കാന എന്ന് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് പ്ലീസ്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ പേര് ഓറഞ്ച് രാജാവെന്നാണ്. അമേരിക്കയിൽ ആകെ കൂടിയുള്ള ഒരേ ഒരു ഓറഞ്ച് രാജാവാണ് മിസ്റ്റർ മാണീസ് കറിയ. താങ്ക് യു. ഞാൻ പുള്ളി വിയറ്റ്നാമിൽ പോയപ്പം $1 മില്യൺ വിയറ്റ്നാമീസ് മണി കൊടുത്ത് പറയിപ്പിച്ചതാണ്. സജിമോൻ ആൻഡ് ഗ്രൂപ്പ് ഇത് കലക്കി, ശരിക്കും കലക്കി. യു ഹാവ് എ ലോട്ട് ഓഫ് $50 $1 മില്യൺ $50. പിന്നെ ഭയങ്കര എനർജിയാണ്. യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് ആൻഡ് ഐ ആം ഓണർഡ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങളുടെ 100 സംഘടനയുടെ കൂട്ടത്തിൽ അനുവദിക്കെങ്കിൽ എൻ്റെ കമ്പനി US സെക്ടർസിനെ അതിൻ്റെ ഒരു അസോസിയേറ്റ് മെമ്പർ ആക്കിയാൽ ഇതാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇതാണ് ഞാൻ ഇമെയിൽ അയക്കുമെന്ന് പറഞ്ഞത്. എൻ്റെ കമ്പനിക്ക് ഞങ്ങൾ ഞങ്ങളുടെ വിൽപ്പനയുടെ ഒരു ഭാഗം നമ്മളിങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ആദ്യ പ്രാവശ്യം അതിൻ്റെ ഒരു ഭാഗം ഫൊക്കാനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചു. എനിക്ക് ഏറ്റവും സിമ്പിളി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹീസ് മൈ ഫ്രണ്ട്. താങ്ക് യു അനീഷ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെ ഇവിടെ ഡാൻസ് കളിക്കാൻ നോക്കില്ലായിരുന്നു. ഒരു ശ്വാസം മുട്ടുന്നുണ്ട് ചെറുതായിട്ട്. ആദ്യമേ തന്നെ എല്ലാ അമ്മമാർക്കും മദേഴ്സ് ഡേയുടെ ആശംസകൾ. ഇങ്ങനെ ഫൊക്കാനയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഒരു എനർജി വന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു വളരെ ചെറിയ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ മാതാപിതാക്കൾ കർഷകരായിരുന്നു പറയുമെന്നും ഞാൻ അഭിമാനിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വളരെ കൊച്ചായിരുന്ന സമയത്ത് വീട്ടിൽ വിറകിൻ്റെ അടുപ്പൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, ഉപയോഗിക്കുന്നെങ്കിലും ഉണ്ട്. വിറകിൻ്റെ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ ആ അടുപ്പിലെ തീയൊന്ന് നോക്കിയേക്കണം, അതിനകത്ത് എന്തെങ്കിലും വിറകോ കാര്യങ്ങളോ ഒന്ന് പെറുക്കി വെച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ കിട്ടിയത് പുറത്ത് കിടന്ന് കുറച്ച് ചൂട്ടാണ്. ഞാൻ ആ ചൂട്ട് കൊണ്ടുവന്ന് മടക്കി കൊണ്ടുവന്ന് അടുപ്പിൽ വെച്ചിട്ട് പോയി. അതൊന്ന് ആളി എനിക്കങ്ങ് പോവുകയും ചെയ്തു. അമ്മ ഞാൻ വിറക് വെച്ചിട്ടുണ്ടായിരിക്കും, തീയിലിരിക്കുന്ന സാധനം വെന്തിട്ടുണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കി അടുപ്പിൽ തീയുമില്ല, ഒന്നുമില്ല. അപ്പം എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ നിന്നെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചതല്ലേ തീയിലിരിക്കുന്ന കാര്യം നോക്കാൻ വേണ്ടിയിട്ട്, നീ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പം ഞാൻ വെച്ചു. ഇല്ല, അമ്മ വിശ്വസിക്കില്ല. അവസാനം അമ്മ ചോദിച്ചു, നീ എന്താണ് കത്തിക്കാൻ കൊടുത്തിട്ട്? അപ്പോൾ നടക്കുമ്പോൾ ചൂട്ടെടുത്ത് വെച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ചൂട്ട് വെച്ചാൽ അതൊന്ന് ആളിപ്പോവും, പിന്നെ അതിൻ്റെ ഒന്നും അവിടെ ഉണ്ടാകത്തില്ല. ചകഞ്ഞ് നോക്കിയാൽ ഇപ്പോൾ ചാരം കാണും. പക്ഷെ നമുക്ക് നല്ല ഉറപ്പുള്ള നല്ല തടി, കാതലുള്ള തടികളൊക്കെ വെച്ചാലേ അവിടെ തീ ഉണ്ടാകും. അത് പതുക്കെ കത്തി നിൽക്കും, അതിന് കനലുണ്ടാകും, ചൂടുണ്ടാകും എന്നൊക്കെ. എനിക്ക് ഇന്ന് ഫൊക്കാനയെ കാണുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്. കുറെ കാതലുള്ള തടികൾ നന്നായി കത്തിച്ചൊലിച്ച് അത് ചൂട് പകരുന്ന കുറേ ആളുകൾ ഫൊക്കാനയിൽ നിന്ന് വന്നിട്ടുണ്ട് സജിമോന്റെ ലീഡർഷിപ്പിൽ. അതിൻ്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്യുന്നു,
സജിമോൻ പറഞ്ഞ പോലെ ഞാൻ സജിമോനെ എനിക്ക് ഏതാണ്ട് 18 വർഷത്തോളമായിട്ട് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് 18 വർഷം മുമ്പ് സജിമോനെ ഞാൻ എന്ന് കണ്ടോ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല ഇന്ന് സജിമോൻ. അത് എന്താണെന്ന് ചോദിച്ചാൽ സജിമോൻ മാത്രമല്ല, സജിമോന് കൂടെയുള്ള ടീമും ഫ്രണ്ട്സും എല്ലാം ഒരുപോലെ തന്നെ അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഫിസിക്കലി അല്ല, അവരുടെ എനർജിയുടെ കാര്യത്തിലും സ്വഭാവത്തിന്റെ കാര്യത്തിലും. പലപ്പോഴും പല സംഘടനകളിലും വന്നു കഴിയുമ്പോൾ അവർ പല സ്ഥാനമാനങ്ങളും ഏറ്റെടുത്തിട്ട് ഞാൻ പ്രസിഡന്റ് ആയില്ല, സെക്രട്ടറി ആയില്ലെങ്കിൽ BOT ചെയറായി, ഇനി ഞാനാണ് ആള് എന്നൊരു അഹങ്കാര ഭാവത്തോട് പെരുമാറുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. സജിമോനും ടീമും അത് ഈ പുരാണത്തില് ഭഗവാൻ കൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമുണ്ട്. ഇത് വായിച്ചിട്ടാണോ എങ്ങനെ ഇരിക്കുക എനിക്കറിയത്തില്ല. ത്വക്മാംസ രക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയായി പരിണാമിയായൊരു കായം വികാരിയായുള്ള ധ്രുവം ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേന ലോകം ദഹിപ്പിരുന്ന് നീ. കൃഷ്ണൻ അർജുനോട് പറയുന്ന ഭാഗമാണ്. നീ വില്ലാളി വീരനാണ്, ത്വക്മാംസ രക്തം അസ്ഥി അങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളെല്ലാം കൂടി ചേർത്തുണ്ടാക്കി ശരീര നിമിത്തമുള്ള അഹങ്കാരം നീ ഇന്നുകൊണ്ട് നിർത്തിക്കോ, ഇത് നിനക്ക് നല്ലതല്ല. അതിനെക്കുറിച്ച് ഒന്നുകൂടി പറയുന്നുണ്ട്. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലും ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിലും മണ്ണിന്റെ കീഴായി കൃമികളായി പോകിലും നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്. അഹങ്കാരം വെടിഞ്ഞ് എളിമയുടെ ഉദാഹരണങ്ങളായി സംഘടനാ പ്രവർത്തനത്തിൽ സജീവ നേരത്തെ പറഞ്ഞതുപോലെ പണിയില്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ ഇടയ്ക്ക് സമയം മാറ്റിവെച്ച് സാമൂഹ്യ സ്നേഹത്തിന് ഇറങ്ങുന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.
വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് പ്രവീൺ തോമസ്, our executive vice president, all the way from Chicago. Please come to the stage for the vote of thanks. 1982 തുടങ്ങിയ ഈ സംഘടന ഇടക്കാലത്ത് ചെറിയ ഒരു ക്ഷീണം സംഭവിച്ചെങ്കിൽ പോലും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് എടുത്തു പറയുവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 1-2 വർഷം അല്ലെന്നുണ്ടെങ്കിൽ ഈ വർഷം കൊണ്ട് ഫൊക്കാന അമേരിക്കൻ മലയാളികളുടെ അഭിമാന സംഘടനയായി 100-ലധികം സംഘടനകളുമായി, അംഗസംഘടനകളുമായി ഫൊക്കാന കരുത്തറ്റ് അമേരിക്കൻ മലയാളികൾക്കും ലോക മലയാളികൾക്കും മാതൃകയായി മറ്റുള്ള സമാന്തര സംഘടനകളെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിൽ, അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള വളർച്ചയാണ് ഫൊക്കാന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പുറകില് നമ്മളെ പോലെ ഉള്ള നല്ലവരായ പല പല വ്യക്തികളുടെയും കഠിന അധ്വാനവും നമ്മളുടെ സമയവും സമ്പത്തും പലതും ത്യജിച്ചാണ് നമ്മള് ഇവിടൊക്കെ വന്ന് ഇതിനു വേണ്ടിയൊക്കെ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നിവിടെ ഒരു മീറ്റിംഗ് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യുവാനും ഒക്കെ സാധിച്ചത് ന്യൂജേഴ്സി ടീമിന്റെ ഒരു ശക്തമായ ഇടപെടലുകൾ മാത്രമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുന്നു. എന്നെ ഒഫീഷ്യലായിട്ട് വിളിച്ചേക്കുന്നത് ഇവിടെ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയാണ്. നമുക്കറിയാമല്ലോ, പ്രസിഡന്റ് സജിമോൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാം ഫൊക്കാനയുടെ പാർട്ടാണ്. ഇന്നലെ വന്നു ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ കൺവെൻഷൻ വിജയിപ്പിക്കുക. 2026 കൺവെൻഷനിൽ നമ്മൾ തകർക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.